ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന് അതിന്റെ ഫലം പുറത്തു വന്നത് മുതൽ കൃത്യമായിട്ട് കോൺഗ്രസിനുള്ളിൽ യുദ്ധം തുടങ്ങിയെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ്. ഈ യുദ്ധം തുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ പല നേതാക്കന്മാരും വളരെ സ്ട്രോങ്ങായി നന്നായി പ്രവർത്തിച്ചവർക്കെതിരെയൊക്കെ പല ഘട്ടത്തിലും ചില ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും നേതാക്കളുടെ ചില ഇടപെടലിന്റെ അടിസ്ഥാനത്തിലും ശക്തമായ നടപടികൾ തുടർന്നു വരികയാണ്. നടപടികൾ എന്ന് പറയുന്നത് തികച്ചും ഏകപക്ഷീയമായ നടപടികളാണ് ഇവർക്കെതിരെ സ്വീകരിച്ചു വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി എന്നതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിലെ മുൻ നഗരസഭാ കൗൺസിലറും DCC അംഗവുമായിരുന്ന സെബാസ്റ്റ്യൻ മണമേലിനെ പുറത്താക്കിയിരിക്കുന്നു. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ചാണ് ഇദ്ദേഹത്തെ പുറത്താക്കിയത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചത്. KPCC ജനറൽ സെക്രട്ടറിമാരുടെ അത്ര ഉയർന്ന ആളുകളോട് വളരെ മോശമായി പ്രവർത്തിച്ചു, അവരെ തല്ലാൻ നോക്കി. അതോടൊപ്പം തന്നെ എന്താണ് പറയുക, ഓഫീസിൽ DCC യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു തുടങ്ങിയ വിവിധ കാരണങ്ങൾ നിരത്തിയാണ് ഇദ്ദേഹത്തെ പുറത്താക്കിയത്. ഈ പുറത്താക്കലിനെ തുടർന്ന് ഇദ്ദേഹം ശക്തമായ പ്രതിഷേധമൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമയത്ത് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ ഇവരെ പുറത്താക്കാനാണെങ്കിൽ ആദ്യം പുറത്താക്കേണ്ടത് ആരെയാണ്? സുധാകരനെയും VD സതീശനെയും MM ഹസനെയും മാറ്റി നിർത്തിയിട്ട് ഒരു സംഘടനാ നടപടി കോൺഗ്രസ് സ്വീകരിക്കാൻ സാധിക്കുമോ? കാരണം അത് നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഏറ്റവും മുതിർന്ന കോൺഗ്രസിലെ ഒരു നേതാവും K കരുണാകരന്റെ മകനുമായ K മുരളീധരനെ തൃശ്ശൂരിൽ തോൽപ്പിച്ച് അമ്പെ പരാജയപ്പെടുത്തി നാട് കടത്തിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കോൺഗ്രസ് നേതാക്കളെ എങ്ങനെയാണ് സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പട്ടികയിൽ ഇവർ വരത്തില്ലേ? ഇവർ വന്നില്ലെങ്കിൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതില്ലേ? ഇദ്ദേഹത്തെ ഈ മാത്യു മണമേൽ ഒരു ഉദാഹരണം മാത്രമാണ്. ഈ സെബാസ്റ്റ്യൻ അദ്ദേഹം ഒരു ഉദാഹരണം മാത്രമാണ്. ചങ്ങനാശ്ശേരിയിലെ ഒരു ചുരുങ്ങിയ നടപടി മാത്രമാണ്, DCCയിൽ ഉണ്ടായ നടപടി മാത്രമാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കും, ഈ പറയുന്ന രീതിയിൽ മുരളീധരന് കിട്ടേണ്ട വോട്ടുകളെ മറിച്ച് BJP സ്ഥാനാർത്ഥിക്ക് മറിച്ച് നൽകി BJPയെ വലിയ തോതിൽ വിജയിപ്പിക്കുകയും സ്വന്തം നേതാക്കളെ അല്ലെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ മുരളീധരനെ 3ാം സ്ഥാനത്തേക്കും തള്ളിയതിന്റെ ഉത്തരവാദിത്തം ഈ നേതാക്കൾക്ക് എങ്ങനെ ഒഴിവാക്കാനാകും? അപ്പോൾ ആദ്യം നടപടി സ്വീകരിക്കേണ്ടത് ഇത്തരം നേതാക്കൾക്കെതിരെയല്ലേ? TN പ്രതാപൻ, അനിൽ അക്കര തുടങ്ങിയ നേതാക്കന്മാരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള നടപടി എങ്ങനെയാണ് കോൺഗ്രസിൽ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക? ഒരിടത്ത് ഒരു നീതി, മറ്റൊരിടത്ത് മറ്റു നീതി, എങ്ങനെയാണ് അത് ശരിയാകുക? ഒരേ പ്രവർത്തികൾ നടത്തിയവർക്കെതിരെയാണെങ്കിൽ തുല്യമായ നടപടിയാണ് വേണ്ടത്. ഒരു ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിനും ഇത് തന്നെ ആണ് വേണ്ടത്. അന്ധവിശ്വാസ നേതാക്കന്മാരായ നെഹ്റുവിന്റെ പാരമ്പര്യമുള്ള പാർട്ടിയാണെന്ന് നമ്മൾ ഓർക്കണം. അതിനകത്താണ് ഈ കൂടോത്രക്കാരും അന്ധവിശ്വാസക്കാരും വലിയ തോതിൽ കയറി അംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ കീഴിൽ ഈ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഇവർക്ക് ശക്തമായൊരു നടപടി സ്വീകരിക്കാൻ കഴിയാത്തത് എന്താണ്? അപ്പോൾ അവർ പറയുന്ന ന്യായം രണ്ടാണ്. രണ്ട് സ്ഥലത്തും രണ്ട് വിഷയങ്ങളാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഒരേ തരത്തിലുള്ള നടപടി സാധിക്കില്ല. പിന്നെ മുരളീധരന്റെ വിഷയത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് TS സിദ്ദീഖിന്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു 3-അംഗ സമിതിയെ, ഒരു ഉപസമിതിയെ വച്ചിരുന്നു. അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് കിട്ടി തുടർന്ന് നടത്തിയ ചർച്ചകളൊക്കെ ശേഷം തീരുമാനം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ തീരുമാനം ഉണ്ടാകേണ്ടത് ഈ 16-ാം തീയതിയാണ്. 16-ാം തീയതി വയനാട്ടിൽ നടക്കുന്ന നേതൃസംഗമത്തിൽ പരിപാടിക്കകത്ത് വെച്ചിട്ടാണ് അതിനകത്തുനിന്ന് തീരുമാനം ഉണ്ടാകേണ്ടത്. ഏതായാലും അന്ന് എന്ത് തീരുമാനം ഉണ്ടാകണമെന്ന് നമ്മൾ കാണേണ്ട കാഴ്ച തന്നെയാണ്. ഭയങ്കര തീരുമാനങ്ങളായിരിക്കും അന്ന് ഉണ്ടാകാൻ പോകുന്നത്. പതിവ് പോലെ സാധാരണ പോലെ ഒരു യോഗം നടത്തും, ഒരു പ്രസ് മീറ്റ് വിളിക്കും. ആ പ്രസ് മീറ്റ് വിളിക്കുമ്പോൾ VD സതീശനും സുധാകരനും ഇരിക്കും. രണ്ടുപേരും കൂടി മൈക്കിന് പിടിവലി നടത്തും. ഞാൻ ആദ്യം പറയാം, ഞാൻ ആദ്യം പറയാം, അത് പറ്റില്ല, ഞാൻ തന്നെ പറയും, ഞാൻ KPC പ്രസിഡന്റ്, അത് പറ്റില്ല, ഞാൻ പ്രതിപക്ഷ നേതാവാണ്. ഇതെല്ലാം കണ്ടതാണ്. അതല്ലെങ്കിൽ ആ ഡാഷ് മോനെ കണ്ടില്ലല്ലോ എന്ന് മൈക്കിക്കൂടെ ചോദിക്കുന്നതെല്ലാം നമ്മൾ കേൾക്കേണ്ടി വരും. ഇതെല്ലാം നമ്മൾ കാണാൻ വിധിക്കപ്പെട്ടവരാണ്. കാരണം ഇത്തരത്തിലുള്ള നേതാക്കന്മാർ ഇരിക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് ചിട്ടയായ ഒരു പ്രവർത്തനം നടത്തുക? അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, ഈ KC വേണുഗോപാൽ, സംഘടനാ സെക്രട്ടറിയായ KC വേണുഗോപാൽ നേതൃത്വമുള്ള സമിതി തന്നെ പറഞ്ഞത്, കേരളത്തിൽ സംഘടനാപരമായ വലിയ തോതിലുള്ള ദൗർബല്യം കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട്. ഈ പ്രാവശ്യം ജയിച്ചത് എന്തുകൊണ്ടാണ്? അവർ കൃത്യമായ അനലൈസ് എന്ന രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞത്. ഈ പ്രാവശ്യം ജയിച്ചത് കേന്ദ്രത്തിലുള്ള ഭരണവിരുദ്ധ വികാരം ഒന്നായി പ്രതിഫലിച്ചിരുന്നു. അത് കോൺഗ്രസിന് ഗുണം ചെയ്തു. കാരണം വെച്ചാൽ വേറെ ആർക്കും വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നൊരു തോന്നൽ വന്നുകൊണ്ടാകാം കേന്ദ്രത്തിൽ ഭരണം ഉണ്ടാക്കാൻ ഇവർ തന്നെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ത്യ മുന്നണിയിൽപ്പെട്ടവരെല്ലാം ഇന്ത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തത്. കേരളത്തിലെ തുടർച്ചയായ വിജയം പരിശോധിച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയത്ത് UDF സ്ഥാനാർത്ഥികൾക്കാണ് വോട്ട് കിട്ടിയിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ മാത്രമാണ് LDF സ്ഥാനാർത്ഥികൾക്ക് അത്തരത്തിലുള്ള വോട്ടുകൾ ലഭിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സീറ്റുകൾ ലഭിച്ചിട്ടുള്ളൂ. ഇതൊരു കൃത്യമായിട്ട് നടക്കുന്നതാണ്. അപ്പൊ കേന്ദ്രത്തിൽ വരേണ്ട ഒരു ശക്തി പ്രഭാവം LDFിൽ ഇല്ല എന്നൊരു തോന്നലായിരിക്കാം. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിനെ തകർക്കണമെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ എണ്ണത്തിൽ കൂടുതലുള്ള സാന്നിധ്യം കൂടുതലുള്ള കോൺഗ്രസിനെ കൊണ്ട് സാധിക്കുള്ളൂ എന്നുള്ളൊരു കണ്ടെത്തലായിരിക്കാം ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാൻ കാരണം, അല്ലെങ്കിൽ ജനങ്ങളുടെ ആ ചിന്തയിലേക്ക് വരുത്താൻ കാരണം.
ഏതായാലും ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള വിജയങ്ങളും കാര്യങ്ങളും നടക്കുമ്പോഴും സംഘടനാ പ്രവർത്തനത്തിന്റെ ശക്തി കൊണ്ടല്ല കേരളത്തിൽ ജയിച്ചതെന്ന് അവരുടെ നേതാവ് തന്നെ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ഒരു തീരുമാനമോ നടപ്പിലാക്കാനോ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. കണ്ണൂരിൽ തന്നെ സുധാകരനെ തകർക്കാൻ വേണ്ടി വലിയ തോതിലുള്ള നീക്കങ്ങൾ ഇവരെല്ലാം നടത്തിയിരുന്നു. സതീശനാദി സംഘങ്ങൾ മുഴുവൻ നടത്തിയിരുന്നു. ഈ രീതിയിൽ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൽക്കാലമായിട്ട് ഒരു കുറച്ച് ദിവസത്തേക്ക് കസേരയൊന്ന് നോക്കാൻ ഏൽപ്പിച്ച് MMS അതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പോലും തയ്യാറാകാത്ത അവസ്ഥ വന്നു. തിരിച്ചു വന്ന് ഞാൻ കടമായി ഏൽപ്പിച്ച സാധനം തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് പോലും ഒരു തീരുമാനം എടുക്കാതെ അല്ലെങ്കിൽ അതിനൊന്നും അംഗീകരിക്കാതെ വന്നു. അതോടൊപ്പം തന്നെ എന്താണ്, തിരുവനന്തപുരത്ത് ചേർന്ന ഒരു അവലോകന യോഗത്തിൽ അല്ലെങ്കിൽ ഫലം സംബന്ധിച്ച അവലോകന യോഗത്തിൽ ചെന്നിത്തലേനെ മിണ്ടാൻ പോലും അനുവദിച്ചില്ല. ഒരു വർത്താനം പോലും പറയാൻ അനുവദിച്ചില്ല. VD സതീശന്റെ അന്ന് അത്താഴ വിരുന്നും സൽക്കാരവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിലൊന്നും പങ്കെടുക്കാതെ ചെന്നിത്തല ചാടി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ഇത്തരത്തിൽ പോകുന്നവർ ചില സ്ഥലങ്ങളിലെ ദുർബലരായ ചില നേതാക്കന്മാരെ അതല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചില നേതാക്കന്മാർക്കെതിരെ പെട്ടെന്ന് വളരെ വേഗത്തിൽ മിന്നൽ വേഗത്തിൽ സ്വിച്ച് ഇടും പോലെ നടപടിയെല്ലാം സ്വീകരിക്കുന്നു. ഇത്തരം വലിയ താപ്പാനകൾക്കെതിരെ ഒന്നും ഒരു നടപടിയും വരുന്നില്ല. ഇപ്പോഴാട്ടെ മുരളീധരൻ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ മുരളീധരനെ എങ്ങനെ പൊളിക്കാമെന്നുള്ള ആലോചന അന്നേ തുടങ്ങി കഴിഞ്ഞു ഇവര്. ഇനി മുന്നോട്ട് പോകുന്തോറും ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും നേതാക്കളുടെ ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലും വലിയ തോതിലുള്ള വെല്ലുവിളി തന്നെയാണ് മുരളീധരൻ കാത്തിരിക്കുന്നത്. എന്തായാലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന് ഉണ്ടാകാൻ പോകുന്നത് വലിയ സംഘടനാ നഷ്ടമാണ്. അല്ലാതെ കേരളത്തിലെയോ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇവർക്കൊന്നും സംഭവിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർ നന്നായി തന്നെ മുന്നോട്ട് പോകും, ജീവിക്കും. അതിനകത്തൊന്നും പ്രശ്നങ്ങളില്ല. നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടുകയും അധികാരം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ പല കെട്ടിപ്പൂട്ടി വെച്ചിരുന്ന പല കാര്യങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം വരും. ഏതായാലും ഇക്കാര്യങ്ങളെക്കുറിച്ചൊന്ന് തുറന്ന് സംസാരിക്കാനും അതിനകത്ത് ഇടപെടാനും നടപടികൾ വ്യക്തിപരമാകാതെ സംഘടനയുടെ പുരോഗതി ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംഘടനയുടെ കോൺഗ്രസിന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ ഈ നടപടി സ്വീകരിക്കുന്നെങ്കിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആദ്യം നടപടി സ്വീകരിക്കേണ്ടത് കാർന്നവർക്ക് അടുപ്പിലും ആകാം എന്നുള്ള ആ പരിപാടി മാറ്റിയിട്ട് എല്ലാവർക്കും തുല്യമായ തരത്തിലുള്ള നീതി നടപ്പിലാക്കലും ഒക്കെ ഉണ്ടായാൽ മാത്രമേ ഇനി നിങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ.